ഹായ്, ഇനി നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കി നോക്കിയാലോ. വളരെ ക്യൂട്ടായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് അതിനായിട്ട് വേണ്ടത് A4 ഷീറ്റിൻ്റെ രീതിയിലുള്ള ഈ ഒരു കളർ പേപ്പറാണ്. ഫസ്റ്റ് ഇത് ഞാനൊരു 4 പീസ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 ഫ്ലവറാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് 4 പീസ് കട്ട് ചെയ്തത്. അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ കട്ട് ചെയ്യാം, കുറവ് വേണമെങ്കിൽ കുറവായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഇനി നമ്മളിതുപോലെ കട്ട് ചെയ്ത പീസിന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം, വളരെ ചെറിയ രീതിയിൽ. അപ്പോൾ ചെറുതാണെങ്കിലേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ വളരെ ചെറിയ രീതിയിൽ നമുക്കിതിനെ നിന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിൻ്റെ അകത്തേക്കുള്ള 2 സൈഡോട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ജസ്റ്റ് നമ്മൾ വിടർത്തുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ജസ്റ്റ് ഇതുപോലെ സാധാ പശ മതി കേട്ടോ. പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടും. അപ്പോൾ നമുക്കങ്ങനെ ഈസി ആയിട്ട് ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ ജസ്റ്റ് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് അതിനൊന്ന് വിടർത്തി നോക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ, ഹാഫ് ആയിട്ടുള്ളേ. ഇനി ബാക്കി ഹാഫ് നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് നമ്മളത് സൂക്ഷിച്ച് പിടിക്കണം, അപ്പുറത്തെ നല്ല പൊളിഞ്ഞു വരും. വളരെ സൂക്ഷിച്ചിട്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടെ അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് ഭയങ്കര ഈസിയാണ് കേട്ടോ, ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ സെറ്റ് ഇത് കണ്ടോ, ഒരു ഫ്ലവറിൻ്റെ ഷേപ്പായിട്ടില്ലേ. ഇനി നമുക്കിതിനെ ഒന്ന് റെസ്റ്റിന് വയ്ക്കാം. ഇനി ഇങ്ങനത്തെ 4 പീസുകൾ നമുക്ക് ഉണ്ടാക്കണമല്ലോ. ഇതിനിടയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഇതിനുള്ള ഫ്രെയിം റെഡി ആക്കണം. ഇങ്ങനെ ഒരു ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു ഫയലാണ് കേട്ടോ എനിക്ക്. ഇങ്ങനെ ഒരു ഫയല് ഇത് കീറിപ്പോയ ഫയലായിരുന്നു. അപ്പോൾ ഞാൻ അതിങ്ങനെ എടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് മാസ്കിംഗ് ടേപ്പ് വെച്ച് അവനൊന്ന് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, അതിൻ്റെ സൈഡ് ഇച്ചിരി കറക്റ്റ് അല്ല. അപ്പോൾ എനിക്കത് കുറച്ച് ബാഡായിട്ട് തോന്നി. അപ്പോൾ ഞാനൊന്ന് ഓർത്ത് ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് മാസ്കിംഗ് ടേപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ബാക്കി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇവൻ്റെ ഷേപ്പ്, ഇവൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇവനെ നമുക്ക് ഏത് കളറിലാക്കാം, ബ്ലാക്ക് കളറിലേക്ക് ആക്കാം. അത് നല്ല ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നുള്ളൂ പെയിൻ്റായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് അടിച്ചിട്ടാണെങ്കിൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഭംഗിയാണ് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കിൽ. നമുക്ക് ആ റെഡ് ഫ്ലവർ വരുവാണെങ്കിൽ നല്ലതായിരിക്കും. ജസ്റ്റ് അങ്ങനെ ഒരു ഐഡിയ തോന്നിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കിതിനെ ഈസി ആയിട്ടൊന്ന് കയ്യിലിരിക്കുന്ന ഒരു ചെറിയ ബ്രഷ് ഉണ്ടായിരുന്നുള്ളൂ, അതിന് ഞാൻ ഇങ്ങനെ ഒന്ന് കളർ ചെയ്തെടുക്കുകയാണ്. പിന്നെ ആക്രിലിക് പെയിൻറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫാനിൻ്റെ അടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അധികം ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. അതും കൂടാണ് ഞാനത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്കിതിനെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, 5 മിനിറ്റ് ഫാനിൻ്റെ അടി വെച്ചോളൂ, അത് സെറ്റായി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഇതിലാണ് നമ്മുടെ ബാക്കി പരിപാടി ഇരിക്കുന്നത്. ഓക്കെ, ഇവനൊന്ന് സെറ്റായാൽ മാത്രമേ നമുക്കിനി ബാക്കിയുള്ള ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഉണങ്ങാൻ വെച്ച നേരം കൊണ്ട് ഞാൻ ബാക്കി 4 ഫ്ലവറും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മൊത്തം 4 ഫ്ലവറാണ് ഉള്ളത്. റെഡ് കളറ് 4 ഫ്ലവർ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. അയ്യോ, എല്ലാവരും ഓടിപ്പോവാണ്. എല്ലാത്തിനും ഓടിച്ചിട്ട് പിടിച്ചു ഞാൻ, ഫാനിൻ്റെ കാറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നേ, നമുക്കിതിനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു കേർവ് പോലെ ചെയ്യാമെന്ന്. അതാകുമ്പോൾ കുറച്ച് ബ്യൂട്ടിഫുള്ളാണെന്ന് എനിക്ക് തോന്നി. അതിനായിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഇതുപോലെ പശ വെച്ചിട്ട്, ഞാൻ ഗ്ലൂഗണ്ണാണ് യൂസ് ചെയ്തത്. വേറൊന്നുമല്ല, സാധാ ഫെവിക്കോൾ ആണെങ്കിൽ ഇരിക്കും. പക്ഷെ ഗ്ലൂഗണ്ണാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ഫിറ്റായിട്ട് ഇരുന്നോളും, പെട്ടെന്നൊന്നും ചാടിപ്പോകത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഇതിനെ ഒന്ന് അത് വരുന്നില്ല, അത് ചൂടായിട്ടില്ലായിരുന്നു. സോറി, സ്വിച്ച് ഓണാക്കാൻ പറഞ്ഞായിരുന്നു. ഇപ്പം ഒന്ന് ശരിയായി. ഇനി നമ്മൾ ഇതേപോലെ ഒന്നിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഫ്ലവർ നമ്മൾ അവിടെ വെച്ചു. ഇനി അതിൻ്റെ നെക്സ്റ്റ് ഇപ്പം ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന അതേപോലെ തന്നെയാണ് ഞാനതിനെ ഒട്ടിക്കാൻ പോകുന്നത്. ഇതേപോലെ ഞാനൊന്ന് ഒട്ടിച്ചെടുത്തു. ഇനി ഇവൻ എന്താ വേണ്ടത്, നമുക്കിതുപോലെ ഒരു ഗ്രീൻ കളറിലൊരു ജസ്റ്റ് ഒരു നീളമുള്ള കമ്പ് വെച്ചിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ അതിനിങ്ങനെ ഒരു കമ്പ് വേണ്ട, അതിനെ ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടിയിട്ട് വന്നില്ല. അപ്പം ഞാനൊരു കമ്പ് വെച്ചിട്ട് അതിനൊരു ഷേപ്പിൽ ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് ഞാനൊരു ഗ്രീൻ കളർ ഇതേപോലെ തന്നെ എൻ്റെ കയ്യിൽ പേപ്പർ ഉണ്ടായിരുന്നു, ചാർട്ട് പേപ്പർ, ചാർട്ടല്ല A4 ഷീറ്റ്, ആ A4 ഷീറ്റിൽ ചെയ്തതാണ്. എന്നിട്ട് ഇതുപോലെ ഞാനിപ്പോൾ ഗ്ലൂ കൊണ്ട് വരച്ചിരിക്കുന്ന പോലെ ഇവനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെരിച്ച് ഇതിനെ സെറ്റാക്കി ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം.
അങ്ങനെ നമ്മൾ ഇതുപോലെ ആ 2 സൈഡിലേക്കും ഓരോ ബ്രാഞ്ച് പോലെ ചെയ്യണം. വളരെ ക്യൂട്ടാണ് കേട്ടോ. കണ്ടില്ലേ, ബ്ലാക്കിൽ റെഡും ഗ്രീനും ഒക്കെ വന്നപ്പോൾ എന്ത് ഭംഗിയാണെന്ന്. എനിക്ക് ഭയങ്കര പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണിത്. അപ്പോൾ എൻ്റെ ഇങ്ങനെ കളർ പേപ്പറൊക്കെ ഇരുന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അധികം പ്രസ് ചെയ്യണ്ട, അതിൻ്റെ കളറെല്ലാം പശയും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലാവും. അത് ചെയ്യില്ല, കഴുകിയ പെട്ടെന്ന് പോവും. അപ്പോൾ നമുക്കിതുപോലെ 2 സൈഡും കൂടെ ചെയ്തെടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. ഞാൻ അടുത്ത 2 ഗ്രീൻ കളർ നമുക്ക് അത് 2 കൂടെ ചെയ്യണം. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ നൂൽക്കമ്പിയൊക്കെ കുറച്ചുകൂടെ കട്ടിയുള്ള കമ്പിയാണിത്. അങ്ങനെ ഒരു കമ്പി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് മനസ്സിലായോ? ഇത് നമുക്ക് ലീഫ് ഉണ്ടാക്കാനാണ്. ഇതുപോലെ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം, ചെറിയൊരു കമ്പായിട്ട്. ഇനി നമ്മുടെ മാസ്കിംഗ് ടേപ്പ് ഉണ്ടല്ലോ, ഇനി അടുത്തത് അവനാണ് ഹീറോ. മാസ്കിംഗ് ടേപ്പിനെ എടുത്തിട്ട് നമുക്ക് ലീഫ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് എടുത്തിട്ട് നമ്മുടെ ആ കമ്പിൽ നമുക്ക് ഇതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ജസ്റ്റ് ഒരു പീസ് എടുക്കുക, എന്നിട്ട് ഈ കമ്പിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് അവനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്താൽ മതി. ഈ ഒരു ഷേപ്പിൽ കണ്ടോ, ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് ഇങ്ങനെ ഒരു കർവ് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി അവന് നമുക്ക് ഗ്രീൻ കളർ പെയിന്റ് അടിച്ചു കൊടുക്കാം. അവൻ വൈറ്റ് കളർ ഇരുന്നാൽ ശരിയാവില്ലല്ലോ, അപ്പോൾ അവനും കൂടെ ഗ്രീൻ വേണമല്ലോ. അപ്പോൾ ഞാനൊരു ബോട്ടിൽ ഗ്രീൻ കളർ ആക്രിലിക് പെയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ആ ഗ്രീൻ കളർ ഞാൻ ഇതുപോലെ അവനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ഗ്രീൻ കളർ വെച്ച് കൊടുത്ത്, ഗ്രീൻ കളർ ഒരു 3-4 ലീഫാട്ടോ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനൊരു 3-4 ലീഫ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് അത് ഫിക്സ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ബിക്കോസ് ആ കമ്പി നൂൽക്കമ്പിയാണ്, അത് പെട്ടെന്ന് തന്നെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. അപ്പം അങ്ങനെ അതിനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സെറ്റായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു 4 ലീഫാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ, ബ്ലാക്കിൽ ഇങ്ങനെ റെഡ് ഫ്ലവർ നിൽക്കുന്നതാണ്. എന്നിട്ട് ഞാൻ എൻ്റെ വാളിൽ ഞാൻ ചെയ്തതായതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ എൻ്റെ വാളിൽ അത് ഹാങ് ചെയ്തിരിക്കുകയാണ്. അതങ്ങനെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു അവിടെ, അതിൻ്റെതായ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു. അതെടുത്ത് മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ ഞാൻ ചെയ്ത ഈ ഫ്ലവർ ഞാൻ ഇങ്ങനെ വെച്ചു. എനിക്കെന്നെ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. ഭയങ്കര ഈസിയാണ് ചെയ്യാനായിട്ട്. ഈസി മീൻസ് ഇത് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ആണെങ്കിലും മതി. നമുക്കതിൽ ജസ്റ്റ് ഇതുപോലെ കളർ പേപ്പർ ഉണ്ടെങ്കിൽ, കളർ പേപ്പർ ഇല്ലെങ്കിൽ ടിഷ്യൂവിനെ കളർ ചെയ്തിട്ട് ചെയ്താലും മതി. അങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരു വാൾ ഹാങ്ങിങ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, വീട്ടിലുണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ.